ഹലോ. അതെ, ഇതെന്റെ ഫ്രണ്ടിന്റെ വീട്ടിലെ ഒരു അക്വേറിയം ആയിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ചെയ്തതാ. അപ്പൊ ഇതൊന്ന് കൺവേർട്ട് ചെയ്തിട്ട് പാലഡേറിയം ആക്കി കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ സ്റ്റുഡിയോയിലേക്ക് ഇത് കൊണ്ടു തന്നു. എന്നിട്ട് അതിനുശേഷം ഞാൻ അത് കഴുകി നല്ല വൃത്തിയാക്കി. അതിനുശേഷം ഫ്രണ്ട് ഗ്ലാസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണമല്ലോ, കാരണം അതിനകത്ത് കുറച്ച് മാത്രം ഫ്രണ്ട് ഗ്ലാസിന്റെ ഒരു കുറച്ച് പോർഷൻ മാത്രമേ അവിടെ വെക്കുകയുള്ളൂ. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് 3 സൈഡും ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തു. 3 സൈഡും സിലിക്കൺ കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് ഗ്ലാസ് ഹാഫായിട്ട് കട്ട് ചെയ്തു. ഗ്ലാസ് ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അവർ കട്ട് ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ ഫ്രണ്ട് ഗ്ലാസ് ഹാഫായിട്ട് കട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഒരു 10-15 സെന്റിമീറ്റർ ഒക്കെ മതി. പക്ഷേ ഞാൻ 23 സെന്റിമീറ്റർ ഞാൻ ഹൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതിനകത്ത് അത്യാവശ്യം ഫിഷസിനെ അവർക്ക് ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടെ വേണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തു. ഓക്കെ, അതിനുശേഷം ഞാൻ ഒരു ഹാർഡ് സ്കേപ്പ് സെറ്റ് ചെയ്തു. ഇതിൽ നേരത്തെ യൂസ് ചെയ്ത ഐറ്റംസ് വെച്ച് തന്നെ, അതായത് ഡ്രിഫ്റ്റ് വുഡും റോക്കൊക്കെ അത് തന്നെ യൂസ് ചെയ്ത. അതിനുശേഷം ഞാൻ എക്സ്പാൻഡിങ് ഫോം ഉപയോഗിച്ചിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അതിനുള്ളിൽ ഒരു പൈപ്പും ആ പൈപ്പിൽ നിന്ന് എക്സ്റ്റേണലായിട്ട് പുറത്തേക്ക് ചെറിയ പൈപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, വാട്ടറിൻ്റെ എല്ലാ സ്ഥലത്തേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഞാൻ ഡ്രിഫ്റ്റ് വുഡ് യൂസ് ചെയ്തിട്ടുണ്ട്, റോക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഈ ഫോം യൂസ് ചെയ്യുമ്പം ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതൊരു കെമിക്കലാണ് എന്തായാലും. അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് ഹാംഫുള്ളായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കെയർഫുൾ ആയിരിക്കണം. ഫോമൊക്കെ നന്നായി എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്ത് പിന്നെ അതിന് ശരിക്കും ഒരു എർത്തി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം പ്ലാന്റ്സ് ഒക്കെ പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മോസ്, ഫേൺസ് അതുപോലെയുള്ളതൊക്കെ പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊയറിന്റെ ഷീറ്റാണ് അപ്ലൈ ചെയ്തത്. ഓക്കെ, അത് സിലിക്കൺ ജെല്ലും പിന്നെ ക്ലേ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്ത് സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അതിനുശേഷം അതിനകത്ത് യൂസ് ചെയ്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഷീറ്റ് മോസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഫെദർ മോസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഫേൺസ് യൂസ് ചെയ്തിട്ടുണ്ട്, അനൂബിയാസിന്റെ കുറച്ച് വെറൈറ്റി യൂസ് ചെയ്തിട്ടുണ്ട്, ചെറിയ മിനി ഓർക്കിഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു 2 ദിവസത്തിന് ശേഷമാണ് ഞാൻ മിസ്റ്റ് ഒക്കെ വെച്ചത്. അത് ഞാൻ ഇതിനകത്ത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. അങ്ങനെ മിസ്റ്റൊക്കെ ചെയ്തു. വെള്ളമൊക്കെ എല്ലാ സ്ഥലത്തൂടെയും പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സജഷൻസും ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്തൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താം, ഇനി ഭാവിയിൽ ഇതെങ്ങനെ നന്നാക്കാം എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പം ഇങ്ങനൊരു പാലഡേറിയം ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.